കൊല്ലത്ത് മരുത്തടി ക്ഷേത്രോത്സവത്തിനിടെ നടന്ന ക്രൂരമായ ആൾക്കൂട്ടാക്രമണത്തിൽ പരിക്കേറ്റ കുന്നത്തൂർ സ്വദേശി ഹരികൃഷ്ണൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ തുടരുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് മരുത്തടി സ്വദേശികളായ സുനിൽകുമാർ, രതീഷ് എന്നിവരെ ശക്തികുളങ്ങര പോലീസ് അറസ്റ്റ് ചെയ്തു. ഒളിവിലുള്ള മറ്റു പ്രതികൾക്കായി തിരച്ചിൽ തുടരുകയാണ്. കഴിഞ്ഞ തിങ്കളാഴ്ച പുലർച്ചെ ഘോഷയാത്രക്കിടെയുണ്ടായ തർക്കമാണ് മർദ്ദനത്തിൽ കലാശിച്ചത്. ആഹാരം നൽകാമെന്ന് പറഞ്ഞ് സദ്യാലയത്തിന് സമീപത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയ ശേഷം ഹരികൃഷ്ണനെയും സഹോദരൻ ജയകൃഷ്ണനെയും ഒരു സംഘം വളഞ്ഞിട്ട് മർദ്ദിക്കുകയായിരുന്നു. ഹരികൃഷ്ണന്റെ തലയ്ക്ക് തടികഷ്ണം കൊണ്ട് അടിയേറ്റ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടു കൂടിയാണ് സംഭവത്തിന്റെ ഭീകരത പുറത്തുവരുന്നത്. പ്രതികളിൽ ചിലർക്ക് രാഷ്ട്രീയ ബന്ധമുണ്ടെന്നും ആരോപണമുണ്ട്. ഹരികൃഷ്ണന്റെ കുടുംബാംഗങ്ങളുടെയും കൈക്കുഞ്ഞിന്റെയും മുന്നിലിട്ടായിരുന്നു ഈ അതിക്രമങ്ങളെല്ലാം അരങ്ങേറിയത്. കൊല്ലത്ത് കോർപ്പറേഷൻ ബജറ്റിനെ ചൊല്ലി കൗൺസിലിൽ വിശദമായ ചർച്ച നടന്നു. നഗരത്തിൽ ഫിസിയോതെറാപ്പി കേന്ദ്രം പരിഗണിക്കുമെന്നും തെരുവ് കച്ചവടക്കാർക്കായി വെൻഡിംഗ് സോൺ അടിയന്തരമായി സജ്ജമാക്കുമെന്നും മേയർ AK ഹഫീസ് അറിയിച്ചു. ബജറ്റിൽ പ്രഖ്യാപിച്ച എല്ലാ പദ്ധതികളും നടപ്പാക്കുമെന്നും വ്യക്തമാക്കിയ സ്ഥിരസമിതി അധ്യക്ഷൻ MS ഗോപകുമാർ കഴിഞ്ഞ ഭരണസമിതിയിൽ വരുത്തിയ സാമ്പത്തിക നഷ്ടങ്ങളെക്കുറിച്ചും ചർച്ചയിൽ സൂചിപ്പിച്ചു. കേരള ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് തൊഴിലാളി ക്ഷേമനിധി അംഗങ്ങളുടെ മക്കളിൽ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ 2026-27 അധ്യയന വർഷം 2 മുതൽ 7 വരെയുള്ള ക്ലാസ്സുകളിൽ പഠിക്കുന്നവർക്ക് സൗജന്യ പഠന കിറ്റ് വിതരണം ചെയ്യും. അവസാന തീയതി മാർച്ച് 20. ഇന്നത്തെ കാലാവസ്ഥ. സംസ്ഥാനത്ത് പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ നേരിയ മഴയ്ക്ക് സാധ്യത. മറ്റു ജില്ലകളിൽ മഴ മുന്നറിയിപ്പില്ല. കൊല്ലം ആശ്രാമത്തെ ESI ആശുപത്രിയെ മെഡിക്കൽ കോളേജായി ഉയർത്തുന്നതിന് ആവശ്യമായ എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് നൽകാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകുന്നില്ലെന്നാരോപിച്ച് NK പ്രേമചന്ദ്രൻ MP ഹൈക്കോടതിയെ സമീപിച്ചു. മെഡിക്കൽ കമ്മീഷൻ അനുമതിക്കായി ഈ സർട്ടിഫിക്കറ്റ് അനിവാര്യമാണ്. 600 കോടി രൂപയുടെ ഈ പദ്ധതിക്ക് കേന്ദ്ര അനുമതി ലഭിച്ചിട്ടും സംസ്ഥാന സർക്കാർ സർട്ടിഫിക്കറ്റ് വൈകിപ്പിക്കുന്നത് MBBS കോഴ്സ് ആരംഭിക്കുന്നതിന് തടസ്സപ്പെടുത്തുന്നുവെന്ന് ഹർജിയിൽ പറയുന്നു. ഇന്നത്തെ സ്വർണ്ണവില. പവന് 1,19,920 രൂപ, ഗ്രാമിന് 14,990 രൂപ.